വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലൂപ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലൂപ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ ഫ്ലവറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനതിനായിട്ട് ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലവറിൻ്റെ എത്ര വലിപ്പം വേണോ അതനുസരിച്ചുള്ളൊരു സർക്കിൾ വയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സർക്കിളുകൾ കൂടെ വരച്ചെടുക്കുക. പിന്നെ നമുക്ക് 6 strands ത്രെഡാണ് എടുക്കേണ്ടത്. ആദ്യം നമുക്കിതിൻ്റെ ഔട്ടർ സർക്കിളിൽ നമുക്കിതുപോലെ നീഡിലൊന്ന് കുത്തിയെടുക്കാം. എന്നിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ത്രെഡ് എപ്പോഴും മുകളിലേക്ക് പിടിക്കണം. എന്നിട്ട് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന് നമ്മളിങ്ങനെ കുത്തിയല്ലേ എടുക്കുന്നത്, അതിന് പകരം ഇതിൽ നിന്ന് കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് ഒരുപാട് ഗ്യാപ്പ് ഇടണ്ട, ഇങ്ങനെ കുത്തി താഴേക്ക് എടുക്കുക. മുഴുവൻ വലിച്ച് ടൈറ്റ് ചെയ്ത് നമുക്ക് എത്ര പെറ്റലിന് എത്ര നീളം വേണോ അത്രയും നമുക്ക് ആ ലൂപ്പ് ഇങ്ങനെ ഇടണം. എന്നിട്ടിനി ഇതിൻ്റെ രണ്ടിനെ സെൻറ്ററിലായിട്ട് താഴെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. ഇങ്ങനെ ഇവിടെ ഒന്ന് പിടിച്ചിട്ട് വേണം നമ്മൾ വലിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ലൂപ്പ് അങ്ങ് ടൈറ്റായി പോകും. ഇങ്ങനെ വീണ്ടും ത്രെഡ് ഇങ്ങനെ മുകളിലേക്ക് വെച്ച് ഇതിൽ നിന്നും കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് ആദ്യം കൊടുത്ത അത്രയും സ്പേസ് വേണ്ട, ഈ ഹാഫ് പോർഷൻ ഇങ്ങോട്ട് നീക്കിയാൽ മതി. ഇങ്ങനെ നീഡിൽ മുകളിലേക്ക് എടുക്കേണ്ടത് കഴിഞ്ഞ സ്റ്റിച്ചിൻ്റെ ഈ എൻഡില്ലേ അവിടെയാണ് കുത്തി മുകളിലേക്ക് എടുക്കേണ്ടത്. ഇവിടെ ഈ ലൂപ്പുകളുടെ എല്ലാം ലെങ്ത്ത് ഒരുപോലെ ആയിരിക്കാൻ നോക്കണം. വീണ്ടും ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ കുത്തിയെടുത്താൽ മതി. തൊട്ട് മുമ്പിലുള്ള സ്റ്റിച്ചിൻ്റെ എൻഡിൽ ഇങ്ങനെ കുത്തിയെടുക്കുക. ഇങ്ങനെ കുത്തി ഇറക്കിയിട്ട് എടുക്കുന്നതിന് പകരം ഇങ്ങനെ കുത്തിയെടുക്കുക. അതായത് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പം മുകളിലേക്ക് ഇങ്ങനെയല്ലേ കുത്തുന്നത്, അതിന് പകരം ഇതിങ്ങനെ ഈ ലൈനെ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അങ്ങ് കുത്തിയാൽ മതി. ത്രെഡ് എപ്പോഴും ബാക്കിലേക്ക് ഇങ്ങനെ കിടക്കണം, നീഡിലിൻ്റെ മുകളിലേക്ക് വരരുത്. ഇങ്ങനെ ബാക്കിലേക്ക് കുത്തിയെടുക്കുക. ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഈ സ്റ്റിച്ച്. ഈ കുത്തിയെടുക്കുന്ന അകലവും ഒരുപോലെ ആയിരിക്കണം, അതുപോലെ ലൂപ്പുകളുടെ ലെങ്ത്തും ഒരുപോലെ ആയിരിക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ കുത്തിയെടുക്കുന്ന ഒരുപാട് അകലത്തിലാകരുത്, ലൂപ്പുകൾ തമ്മിൽ ഒത്തിരി അകന്നു പോയാൽ ഭംഗിയുണ്ടാവില്ല. നമ്മളിത് വലിച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലൂപ്പിലൊന്ന് അവസാനം തയ്ച്ചേക്കുന്ന ലൂപ്പിൽ അതിലൊന്നിങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ അത് ടൈറ്റായി പോവില്ല, കറക്റ്റായിട്ട് കിട്ടും. ഈ സർക്കിളിൻ്റെ എൻഡ് എത്തുമ്പം ഈ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഈ ലൂപ്പിൻ്റെ എൻഡിൽ നിന്നും ഇങ്ങോട്ട് കുത്തിയെടുക്കുക. ഇനി ഇത് എൻഡ് ആവേണ്ടത് ഈ ലൂപ്പിൻ്റെ ഈ പോയിന്റിലാണ് വരേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുത്തിയെടുത്താൽ മതി. കറക്റ്റ് ആ ലൂപ്പ് നല്ലോണം ഫിക്സ് ആയിരിക്കണമെങ്കിൽ ഈ അവസാനത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ കിടത്തിയിട്ട് വെറുതെ കുത്തിയാലും മതി, കുഴപ്പമില്ല. എന്നാലും നല്ല പെർഫെക്ഷനിലിരിക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉള്ളിൽ കൂടെ കിടത്തിയിട്ട് ഈ എൻഡിൽ കുത്തിയിറക്കുക. അപ്പോൾ ആ ലൂപ്പുകളെല്ലാം ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് പൊക്കോളും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ഒരു ലൂപ്പ് ഇങ്ങനെ മുകളിൽ കൂടി ഇരിക്കുമെന്നേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ ആദ്യത്തെ ലെയർ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ലെയർ ഇന്നർ സർക്കിളിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് അടുത്ത ലെയർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വേറൊരു ഷെയ്ഡ് ഇടാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ നീഡിലടിയിൽ കെട്ടിടാം. കെട്ടിടുമ്പോൾ ഈ അവസാനത്തെ ലൂപ്പിൻ്റെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് കെട്ടിടുക, അല്ലെങ്കിൽ ആ ലൂപ്പ് ചിലപ്പോൾ ഇങ്ങോട്ട് ടൈറ്റായി പോരാൻ സാധ്യതയുണ്ട്. അടുത്ത ലെയർ ചെയ്യാൻ വേറൊരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ ഇന്നർ സർക്കിളിൽ കൂടെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല എന്ന് ചെയ്തെടുക്കാം. അതിൻ്റെ ഏറ്റവും ഉള്ളിലത്തെ സർക്കിളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉള്ളിലോട്ട് ഉള്ള സർക്കിൾ ചെയ്യുന്നതോടെ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് കുത്തിയെടുക്കണം. സർക്കിൾ 3 തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ തന്നെ ഈ ഷെയ്ഡ് വെച്ചോ അല്ലെങ്കിൽ വേറെ ഷെയ്ഡ് വെച്ചോ ഇതുപോലെ റിങ്ങുകൾ തന്നെ ചെയ്ത് ഫില്ല് ചെയ്യാം.
ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ ചെറിയ ഗ്യാപ്പിൽ നമുക്ക് നിറയെ ഫ്രഞ്ച് നോട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഫ്രഞ്ച് നോട്ടുകൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രഞ്ച് നോട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിന് 2 ലീഫും കൂടെ ചെയ്യാം. അപ്പോൾ ഇതിന് 2 ലീഫും കൂടെ തയ്ച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫ്ലവറാണിത്. ബുളിയൻ സ്റ്റിച്ച്, വോവൺ വീല്, അതുപോലെ റിംഗ് നോട്ടൊക്കെ വെച്ച് ചെയ്യുന്ന ഫ്ലവറുകൾ പോലെ തന്നെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സർക്കിളിനെക്കാട്ടി കുറച്ച് വലുതായിട്ടായിരിക്കും ഫ്ലവർ വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ചെറിയ ഫ്ലവേഴ്സാണ് വേണ്ടെങ്കിൽ ചെറിയ സർക്കിൾ വരച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്